ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. കേരളത്തിലെ തന്നെ കീം സ്റ്റുഡൻസിന്റെ ഏറ്റവും വലിയ കമ്മ്യൂണിറ്റി ആയിട്ട് നമ്മുടേത് മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്ഥിരം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള നമ്മുടെ വ്യൂവേഴ്സ് ആയിട്ടുള്ള കീം ആസ്പിറൻസ് +2 കഴിഞ്ഞ് കീം പരീക്ഷ എഴുതി കേരളത്തിലെ വിവിധ എഞ്ചിനീയറിംഗ് ഫാർമസി കോളേജുകളിൽ ഉയർന്ന അഡ്മിഷൻ കരസ്ഥമാക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നവരാണ് എങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം താഴെ നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, മടിക്കേണ്ട, ജോയിൻ ചെയ്തോ. കംപ്ലീറ്റ് അസിസ്റ്റൻസ് ആൻഡ് ഗൈഡൻസ് അവൈലബിൾ ആണ്. സോ ഇപ്പോൾ എന്താണ് അവസ്ഥ? നമ്മുടെ കീ മാർക്ക് വെസിസ് റാങ്ക് എന്ന് പറയുന്ന ഒരു വീഡിയോ ഏകദേശം 20,000-ഓളം പേരാണ് കണ്ടത്. അപ്പോൾ അതിൻ്റെ താഴെ ഒരുപാട് കമൻറ്റ് വരികയും ചെയ്തു. അപ്പോൾ എല്ലാവരുടെയും ഒരു ആശങ്ക, മാർക്ക് കുറവാണ്, ഇപ്പോൾ വന്നിട്ടുള്ള കീം സ്കോർ കുറവാണ്, അപ്പോൾ റാങ്ക് കിട്ടില്ലേ എന്നാണ് പലരും ചോദിക്കുന്നത്. അപ്പോൾ അതിനൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ആണ് മക്കളെ ഇത്. തീർച്ചയായിട്ടും മുഴുവനായിട്ടും കാണുക. ഓക്കെ, അപ്പോൾ എന്താണ് കീമില് നിങ്ങൾ ഇപ്പോൾ വന്നിട്ടുള്ള നോർമലൈസ്ഡ് സ്കോർ ആണ് ഔട്ട് ഓഫ് 300. അപ്പോൾ ഇത് വെച്ചിട്ടല്ല നിങ്ങളുടെ റാങ്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ വന്നിട്ടുള്ള കീം സ്കോർ എന്ന് പറയുന്നത് 50% മാത്രമാണ്. ഓക്കെ, അപ്പോൾ മാർക്ക് കുറഞ്ഞവർ, ഇനി +2 മാർക്ക് കുറയാൻ പോകുന്നവർ, ഞാൻ അങ്ങനെയല്ല പറയുന്നത്, ഇൻ കേസ് മാർക്ക് കുറഞ്ഞാൽ ഇവർക്കെല്ലാം കേരളത്തിൽ സ്റ്റിൽ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജുകളിൽ അല്ലെങ്കിൽ ടോപ്പ് സീറ്റുകളിൽ പഠിക്കാനുള്ള, മെറിറ്റ് സീറ്റുകളിൽ പഠിക്കാനുള്ള വലിയൊരു സാധ്യതയുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിച്ചേ പറ്റുള്ളൂ. കാരണം ഈ പറയുന്ന പോലെ ഇതിൻ്റെ 50% നിങ്ങളിനി +2 ഫിസിക്സ്, മാത്സ്, കെമിസ്ട്രി. ചില കുട്ടികൾക്ക് എന്താണെന്നറിയോ, +2 മാർക്ക് കുറവായിരിക്കും. നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് പോകുന്ന സബ്ജക്ട്സ് ഏതൊക്കെയായിരിക്കും? ഇംഗ്ലീഷ്, അതല്ല എങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ മറ്റ് സയൻസ് വിഷയങ്ങൾ. പക്ഷെ ചില അതേ വിദ്യാർത്ഥികൾക്ക് തന്നെ ഈ മാത്സിൽ മാത്രം മാർക്ക് കൂടുന്നവരും ബാക്കി എല്ലാത്തിലും മാർക്ക് കുറയുന്നവരും ഉണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട് എങ്കിൽ കീം നോക്കുന്നവർക്ക് ലോട്ടറിയാണ്. കാരണം PCM 5:3:2 എന്ന് പറയുന്ന റേഷ്യോയിൽ എടുക്കുമ്പോൾ മാക്സിന് മാർക്കുള്ള കുട്ടിക്ക് അതൊരു 300 ആക്കുമ്പോൾ മാർക്ക് കൂടുകയാണ്. അപ്പോൾ അതുകൂടി 50% എടുത്തിട്ടാണ് നിങ്ങളുടെ ഫൈനൽ കീം സ്കോർ ഔട്ട് ഓഫ് 600 വരുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇപ്പോൾ വന്നിട്ടുള്ളത് 300%-ലും നോർമലൈസ്ഡ് സ്കോറും ഉണ്ട്. ഇനി നിങ്ങളുടെ +2 മാർക്കിൻ്റെ PCM എടുത്ത് അത് എന്താണ് 300 ആക്കും. അത് പിന്നെ നോർമലൈസ് ചെയ്യും, മീൻസ് സ്റ്റാൻഡർഡൈസേഷൻ, CBSEയുടെ നിങ്ങളുടെയൊക്കെ ഒരു പ്രൊസീജിയറാണ്. അതെല്ലാം കഴിഞ്ഞിട്ട് അത് 600 വരുന്ന സ്കോറാണ് നിങ്ങളുടെ ആക്ച്വൽ ഇൻഡെക്സ് മാർക്ക്. അത് വെച്ചിട്ടാണ് റാങ്ക് ലിസ്റ്റ് വരുന്നത്. അപ്പോൾ ഇപ്പോൾ നോർമലൈസ്ഡ് സ്കോർ കുറഞ്ഞവർ, അതുപോലെ ഇൻ കേസ് +2 മറ്റ് വിഷയങ്ങളിലൊക്കെ മാർക്ക് കുറഞ്ഞവരൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ വെയിറ്റ് ചെയ്യുക. നിങ്ങൾ വെയിറ്റ് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങളുടെ ഫൈനൽ കീം സ്കോർ വരുന്നവരെ വെയിറ്റ് ചെയ്യുക, ഈ +2 കൂടി ചേർത്തിട്ട്. അപ്പോൾ ഞാൻ +2 റിസൾട്ട് വന്നതിന് ശേഷം നിങ്ങൾക്ക് മാർക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ടൈം ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു പക്ഷേ റാങ്ക് കുറവാണെന്ന് ഇരിക്കട്ടെ, മീൻസ് ഫൈനൽ സ്കോർ വന്നു, അപ്പം നിങ്ങൾക്ക് മാർക്ക് കുറവാണ്. അത് കഴിഞ്ഞിട്ട് റാങ്ക് വന്നു, നിങ്ങൾക്ക് 10Kയുടെ പുറത്ത് പോയി. ഇങ്ങനെയൊക്കെ ഇരുന്നാലും സ്റ്റിൽ നിങ്ങൾക്ക് ഉയർന്ന കോളേജുകളിൽ റാങ്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. എങ്ങനെയാണ്? നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള റിസർവേഷൻ ഉണ്ടോ? ഞാൻ ഈ പറയുന്നത് സീറ്റിൽ പോലും കഴിഞ്ഞ വർഷം SC ST വിഭാഗങ്ങൾക്ക് സിവിൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കിട്ടിയ കുട്ടികളുടെ റാങ്ക് 20,000-നും താഴെയായിരുന്നു. അവിടെയാണ് കാറ്റഗറി റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്ന വലിയ ഒരു ഫാക്ടർ വരുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള റിസർവേഷൻ ഉണ്ടോ? മുസ്ലിം, അതുപോലെ തന്നെ ഈഴവ, OEC, OBC, ഒരുപാട് കാറ്റഗറികളുണ്ട്. നിങ്ങൾ കീം പ്രോസ്പെക്ടസ് വായിച്ചാൽ അറിയാൻ മനസ്സിലാവും. അതെല്ലാം ഈ വരുന്ന വീഡിയോകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതനുസരിച്ച് നിങ്ങളുടെ റാങ്ക് ചിലപ്പോൾ വളരെ കുറവായിരിക്കാം. പക്ഷേ കാറ്റഗറി റാങ്ക് ലിസ്റ്റിൽ നിങ്ങളൊരു ടോപ്പ് 1000 അല്ലെങ്കിൽ ഒരു ടോപ്പ് 2000 വന്നു കഴിഞ്ഞാൽ പോലും കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ചില കോളേജുകളിൽ അവിടുത്തെ റിസർവേഷൻ വെച്ച്, അവിടുത്തെ ആപ്ലിക്കൻസ് വെച്ച്, അവിടുത്തെ അലോട്ട്മെന്റ് പ്രൊസീജിയേഴ്സ് വെച്ച് നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റിലോ സെക്കൻഡ് അലോട്ട്മെന്റിലോ തന്നെ അഡ്മിഷൻസ് ഉറപ്പാക്കാനുള്ള വലിയൊരു സാധ്യത തെളിയും. ഇതെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പം തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള റിസർവേഷൻ ഉണ്ടോ? അത് പ്രൊഫൈൽ വെരിഫിക്കേഷൻ May 17 വരെയാണ്. ഓക്കെ, ദെൻ അത് ഉറപ്പാക്കുക. നിങ്ങളുടെ ഇപ്പോൾ വന്ന സ്കോറിനെ ഒന്ന് അനലൈസ് ചെയ്യുക. നിങ്ങളുടെ +2 എക്സ്പെക്റ്റഡ് മാർക്ക് നോക്കുക. അത് രണ്ടും കൂടി ചേർത്തിട്ട് എക്സ്പെക്റ്റഡ് കീം സ്കോർ നോക്കുക. അത് വെച്ചിട്ട് നമ്മുടെ കോളേജുകളുടെ കഴിഞ്ഞ വർഷത്തെ റാങ്ക് കട്ട് ഓഫ് നോക്കുക. ഇതെല്ലാം ഇപ്പോൾ ചെയ്യുക, വെറുതെ ഇരിക്കരുത്. ഇതെല്ലാം കൃത്യമായിട്ട് സ്റ്റഡി ചെയ്ത് പ്ലാനോട് കൂടി ഇനി വരുന്ന കീമിൻ്റെ പ്രൊസീജിയേഴ്സിനെ നിങ്ങൾ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറത്തുള്ള ഒരു അഡ്മിഷൻ നിങ്ങൾക്ക് ഉറപ്പാക്കാൻ പറ്റുമെന്നുള്ളതാണ്. ജസ്റ്റ് ഒരു സൂചന തന്നതാണ് മക്കളെ. ഒരുപാട് ചാൻസുകളുണ്ട്. സോ സീറ്റിൽ പഠിച്ച് എനിക്കത് കൃത്യമായിട്ട് അറിയാം, ഞാൻ വെറുതെ പറയുന്നതല്ല. സോ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.